ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ കൂടെ ഇന്ന് വേറൊരു കാര്യങ്ങളുണ്ട്. ഇന്ന് ഇത്ര അധികം ട്രേഡിംഗ് ആയിക്കോട്ടെ, മറ്റുള്ള നവമാധ്യമങ്ങളായിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. 2005 നവംബർ 25 യൂട്യൂബിൽ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ ഒരു ആനിവേഴ്സറി കൂടിയാണ് ഇന്ന്. അതും കൂടെ പറഞ്ഞു തുടങ്ങിയത് മാത്രം. എന്തായാലും കൂടുതൽ ആൾക്കാർ യൂട്യൂബ് വഴി ട്രേഡിങ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് കാണുന്നു, ട്രേഡിംഗ് കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും മാർക്കറ്റ് ഇന്നൊരു 2% മുകളിലാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ മാർക്കറ്റിൽ, ഒരു ബുൾ മാർക്കറ്റിൽ നമ്മുടെ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തൊരു സ്റ്റൈൽ നോക്കുക. മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് അപ്പിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. ഗ്യാപ്പ് അപ്പുകൾ ഓപ്പൺ ചെയ്യും, മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്യും. നമ്മുടെ എക്സ്പെക്ടേഷന് ഓപ്പോസിറ്റ് മാർക്കറ്റ് മൂവ് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും? കണ്ടിന്യൂഷൻ തരും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുള്ള ബുൾ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? കോൾസ് എടുക്കും, മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും? മാർക്കറ്റ് എഗെയിൻസ്റ്റ് വരും, നമ്മുടെ സെൽ അടിക്കും, വീണ്ടും എന്ത് ചെയ്യും? മേലേക്ക് പോകും. ഒരു സെല്ലർക്കോ, ഹെഡ്ജ് ചെയ്യാതെ പോയ സെല്ലർക്കോ, അതല്ലെങ്കിൽ ഒരു നേക്കഡ് ഓപ്ഷൻ ബയർക്കോ കാര്യമായിട്ട് പ്രോഫിറ്റ് തരാത്ത ഒരു മാർക്കറ്റ് ആയിരിക്കും ഇങ്ങനത്തെ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് വലിയ ഗ്യാപ്പാണ്. നാളെ മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ വരും എന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല. ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ വന്നേക്കാം. പക്ഷേ നാളെയും ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് എന്താകും? ഒരു ബുള്ളിഷ് മോഡിലേക്ക് മാർക്കറ്റ് മാറാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ലെവല് 52,596 അല്ലെങ്കിൽ 52,600 എന്നുള്ള ലെവല് നമുക്കൊരു കീ പോയിന്റ് ആണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ നിഫ്റ്റി ബാങ്ക് ബുള്ളിഷ് മോഡിലേക്ക് മാറാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലെവലാണ് നാളെ നമ്മുടെ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കും? ചെറിയൊരു പുൾ ബാക്കിന് തന്നെ ആയിരിക്കും. കാരണം ഒരു റിവേഴ്സൽ വരാം, എന്നിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണെങ്കിൽ, 52,600 മേലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നില്ല. കാരണം ഒരു മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ബുള്ളിഷ് ആണ്. അപ്പം മാർക്കറ്റിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗിനുള്ള സിനാരിയോ ഉണ്ടാവാം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 2%, ഇന്ന് 2% എന്ന് പറയുമ്പോൾ 4% മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റാലി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 4% സാധാരണ കേസിൽ ഒരാഴ്ചയിലാണ് സാധാരണ 5-6% മൂവ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇത്രയധികം മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിനുള്ള സിനാരിയോ ഉണ്ടായതുകൊണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും ഫസ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ ഉണ്ടാവാം. അതിനുശേഷം എന്ത് ചെയ്യാം? ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വലിയ അതല്ലാത്ത രീതിയിൽ 52,419 ആണെങ്കിൽ ഞാൻ 52,600 വരെ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിലും 419 എന്നുള്ള ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 52,600, പിന്നെ ഇത് പോവുകയാണെങ്കിൽ 52,800 വരേക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ഗ്യാപ്പ് അപ്പ്, അത് 52,800 ലെവലിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് 52,600 വരേക്ക് മാർക്കറ്റ് വരാം. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യാം? സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോവാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 52,600 ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്, എന്ത് ചെയ്യും? ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ അത് സ്ട്രോങ് സപ്പോർട്ടായി മാറാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഇവിടെ നമുക്കൊരു ബുള്ളിഷ് മൂഡ് അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു കോൾ സൈഡിലുള്ള ട്രേഡുകളാണ് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുക. ഇനി നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് നടക്കില്ല. നാളെ ഗ്യാപ്പ് അപ്പ് മാത്രമല്ലല്ലോ, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യാലോ. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുന്ന കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത മുഴുവൻ ഉണ്ടായതുകൊണ്ട്, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ട്രേഡ് എന്ത് ചെയ്യും? ചെറിയ ക്വാണ്ടിറ്റിയിൽ, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യും? ഈ ഒരു ട്രേഡ് പിടിക്കാൻ ശ്രമിക്കും. അതിനുശേഷം ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് എന്ത് ചെയ്യും? പിന്നത്തെ ട്രേഡ് എന്തായിരിക്കും? കോൾസ് എടുക്കാനായിരിക്കും. ഇതിന്റെ താഴെ മാർക്കറ്റ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? റിവേഴ്സിൽ പോകാം എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇനി നിഫ്റ്റി 50യുടെ കേസിലാണെങ്കിൽ സെയിം സിനാരിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ഇതിൽ നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം. ആദ്യം ആ ഡെയിലി ക്യാൻഡിൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണ്, ഡോജി ക്യാൻഡിലാണ് ഡെയിലി. ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് മുകളിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. 24,500 വരേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഫസ്റ്റ് ടാർഗറ്റിന് പ്രയോറിറ്റി കൊടുക്കുന്നത് 24,450 എന്നുള്ളതായിരിക്കും. അത് കഴിഞ്ഞാൽ
24,500 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താലും ശരി, ഇതിന് മുകളിൽ ഹൈ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്ത് മേലേക്ക് കയറുകയാണ് എന്താണ് ചെയ്യുന്നത്, ഇതിന് മേലേക്കാണ്. ഇതിൻ്റെ താഴെ വന്നാൽ മാത്രം ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സിനാരിയോ പിന്നെ പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റ് ഇവിടെ പിന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് മേലേക്ക് ചെറുതായിട്ട് പോയാലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പുതിയ ട്രേഡുകളൊന്നും ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ വ്യൂ എന്നുള്ളത്. ഇനി ഫിന്നിഫ്റ്റിയിലും നാളെ എക്സ്പയറി ഉണ്ടായതുകൊണ്ട് ഈ മന്ത് എക്സ്പയറി എന്ന് പറയുന്നത് ഫിന്നിഫ്റ്റിയുടെ നാളെ ആയിരിക്കും. സെയിം സിനാരിയോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിഫ്റ്റി ബാങ്കിൽ എന്താണോ പ്ലാൻ ചെയ്തത് അതേ സിനാരിയോ ആണ് ഇവിടെയും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കും, 24,377 അല്ലെങ്കിൽ 24,400 എന്നുള്ള ലെവലായിരിക്കും. ഈ ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഡൗൺ സൈഡ് ട്രേഡ് ആണ്. അതിന് ശേഷം ചെയ്യാം മേലേക്ക് മാർക്കറ്റിൽ പോവാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും നാളത്തെ നമ്മുടെ ട്രേഡുകളുടെ ഏകദേശം ഒരു രൂപം. ഇനി ഇത് ഫ്ലാറ്റ് ആണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് 24,400 വരേക്ക് അല്ലെങ്കിൽ 24,500 വരേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ഹൈ ബ്രേക്ക് ആണെങ്കിൽ മാത്രമാണ്. ഡൗൺ സൈഡ് ആണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വരേക്ക് മാർക്കറ്റ് വരും എന്നുള്ള വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, നോക്കിയിരിക്കും. കാരണം ഇവിടെ കൂടുതൽ ട്രേഡ് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് ഒരു സപ്പോർട്ട് ഉണ്ട്. ഇത്തരത്തിലാണ് നാളേക്കുള്ള മാർക്കറ്റിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്ലാൻ ചെയ്തതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കും മാർക്കറ്റ് നാളെ ഒരു ദിവസം. കാരണം പുതിയ എക്സ്പയറി ഇപ്പോൾ നവംബർ 20 കഴിഞ്ഞിട്ടുള്ള എക്സ്പയറികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മന്ത് എക്സ്പയറി ആണ്. അപ്പോൾ മാർക്കറ്റിന്റെ വോളിയം അല്ലെങ്കിൽ ലിക്വിഡിറ്റിനെ കുറിച്ച് വലിയൊരു ഐഡിയ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ 1-2 എക്സ്പയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റിനെ കുറിച്ചൊരു ധാരണ കിട്ടുള്ളൂ. ഇന്ന് വിക്സ് കോൾ ഓഫ് ആയിട്ടുണ്ട്, അതിനർത്ഥം മാർക്കറ്റ് പതുക്കെ മേലേക്ക് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് മാർക്കറ്റിൽ എന്തായിരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട്. ഇതൊക്കെ തന്നെയാണ് നാളേക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിസ്ക് മാക്സിമം നോക്കുക, അതായത് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിച്ചോ.